Hello Examiner family. അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് 2ൻ്റെ മക്കളെല്ലാവരും നമ്മുടെ ഫസ്റ്റ് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്ന എക്സാം നമ്മുടെ ഇൻ്റഗ്രേഷൻ 1ൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ മിസ്സിന് എഴുതാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ പഠിപ്പിച്ചു തന്ന സെയിം ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് മിസ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരും. സോ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചായം ചാർത്താം. ഒരുമയോടും സന്തോഷത്തോടും കഴിയുന്ന ധാരാളം ജീവികളുള്ള മഞ്ഞണിക്കാട്. ഇന്ന് മഞ്ഞണിക്കാട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ആരെല്ലാമാണെന്ന് നോക്കൂ, ചിത്രം നിറം നൽകി മനോഹരമാക്കൂ. അപ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ഹോളിലോട്ട് പോകുന്ന സമയത്ത് കളർ പെൻസിൽ കൊണ്ടുപോകാൻ അല്ലേ. അപ്പോൾ ഒരു കാടിൻ്റെ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ആ ചിത്രത്തിന് മനോഹരമായിട്ട് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് നിറം നൽകിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ രണ്ടാമത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൂചികകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മഞ്ഞണിക്കാട്ടിൽ മൃഗങ്ങൾ പുതുവത്സരം ആഘോഷിക്കാൻ തീരുമാനിച്ചു. എല്ലാ ജീവികളെയും പുതുവത്സരാഘോഷത്തിന് ക്ഷണിക്കണം. അതിനായി ചിമ്പൻ കരടി ക്ഷണക്കത്ത് തയ്യാറാക്കി. നിങ്ങളും ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മക്കളെ ക്ഷണക്കത്ത് എഴുതാം? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വരുന്ന പുതുവത്സരം മഞ്ഞണിക്കാട്ടിലെ എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് എൻ്റെ മക്കൾ എല്ലാവരും എഴുതിയിട്ടില്ലേ? അപ്പോൾ പ്രിയപ്പെട്ട മഞ്ഞണിക്കാട്ടിലെ കൂട്ടുകാരെ എന്ന് എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് എന്താണ് സംഭവം എന്ന് എഴുതാം. ഈ വരുന്ന പുതുവത്സരം മഞ്ഞണിക്കാട്ടിലെ എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്ഥലം എവിടെയാണ്? മഞ്ഞണിക്കാട്ടിൽ അത്തിമരത്തണലിൽ. അത് നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്ടമുള്ളത് അത് എഴുതാം. സമയം എപ്പോഴാന്നുള്ളത് എഴുതണം. രാവിലെ 10 മണിന്ന് മിസ് ഇവിടെ വെറുതെ കൊടുത്തു. ഇനി എല്ലാ കൂട്ടുകാരെയും പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് ചിമ്പൻ കരടി. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കും. കാരണം എൻ്റെ ക്ലാസ് 2ലെ എല്ലാ മക്കളും മിടുക്കന്മാരും മിടുക്കികളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രവർത്തനം 3 വായിക്കാം എഴുതാം അല്ലേ. നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നോക്കിക്കേ, പുതുവത്സരാഘോഷത്തിന് എന്തായാലും നല്ല ഒരു സദ്യ വേണം. സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാവർക്കും കൂടി കൊണ്ടുവരാം. കുറുമ്പനാനത്ത് പറഞ്ഞു. ആഘോഷ ദിവസം ജമ്പുക്കുരങ്ങൻ വലിയൊരു വാഴക്കുലയുമായി വന്നു. സുന്ദരിക്കാക്ക വാഴയില കൊണ്ടുവന്നു. ലാലുമുയൽ ഉരുളൻകിഴങ്ങും തക്കാളിയും പാലുമായി വന്നു. വെണ്ടയ്ക്കയും വഴുതനയും ശർക്കരയും പരിപ്പും സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന കിട്ടനാടിൻ്റെ ഗമ ഒന്ന് കാണേണ്ടത് തന്നെ. അങ്ങനെ സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാമായി. ചിമ്പൻ കരടി സദ്യ ഒരുക്കാൻ തുടങ്ങി. അരി വെന്തു, പായസം തിളച്ചു, കാട്ടിലാകെ നല്ല മണം പരന്നു. സിംഹരാജനെ കാണുന്നില്ലല്ലോ, ലാലുമുയൽ സങ്കടത്തോടെ പറഞ്ഞു. അല്ല, അപ്പോൾ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. മഞ്ഞണിക്കാട്ടിൽ എന്ത് ആഘോഷിക്കാനാണ് മൃഗങ്ങൾ തീരുമാനിച്ചത്? എന്ത് ആഘോഷിക്കാനാണ് നോക്കിക്കേ. ഇവിടെ ആഘോഷത്തിന് അല്ലെ, പുതുവത്സരം ആഘോഷിക്കാനാണ് തീരുമാനിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം? പുതുവത്സരാഘോഷമാണ് മഞ്ഞണിക്കാട്ടിലുള്ളത്. ഇനി ജീവികൾ കൊണ്ടുവന്ന സാധനങ്ങൾ സാമ്പാറിന് ആവശ്യമായവ ഏതൊക്കെയാണ്? അപ്പൊ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ നമുക്ക് വേണം അല്ലേ. അപ്പൊ എന്തൊക്കെ ആവശ്യം നോക്കിക്കേ. വാഴക്കുലയുണ്ട്. പച്ച വാഴയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാഴ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അത് എഴുതില്ലെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് എഴുതാം? ഉരുളൻ കിഴങ്ങ് എഴുതാം, തക്കാളി എഴുതാം, പിന്നെ വഴുതനങ്ങ എഴുതാം, വെണ്ടയ്ക്ക എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഉരുളൻകിഴങ്ങ്, തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പരിപ്പ് കൂടി നമുക്ക് എഴുതാം അല്ലേ. ഇവിടെ പരിപ്പില്ലേ? ഇവിടെ പരിപ്പ്. പരിപ്പും സഞ്ചിയിലാക്കിയിട്ടാണ് ആര് വന്നിട്ടുണ്ടായിരുന്നത്? കിട്ടനാട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി വാഴക്കുലയുമായി വന്നത് ആരാണ്? ആരാ മക്കളെ വാഴക്കുലയുമായിട്ട് വന്നത്? ജമ്പുക്കുരങ്ങനാണ്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ജമ്പുക്കുരങ്ങൻ എന്ന് ഇത് നോക്കിയിട്ട് തെറ്റിക്കാതെ ജമ്പുക്കുരങ്ങൻ എന്ന് എഴുതണം. എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കുക. അതിൽ തന്നെ ഉള്ളത് കിട്ടനാട് സഞ്ചിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത്?
അപ്പോൾ എന്താണ് ആ തന്നിട്ടുള്ള കാര്യം വായിച്ചവർക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എന്താ കൊണ്ടുവന്നത്? വെണ്ടയ്ക്കയും വഴുതനയും ശർക്കരയും പരിപ്പും സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന കിട്ടനാട്. അപ്പൊ കിട്ടനാട് എന്തൊക്കെയാ മക്കളെ കൊണ്ടുവന്നിട്ടുള്ളത്? വെണ്ടയ്ക്ക, ശർക്കര, വഴുതനങ്ങ, പരിപ്പ്. ഇനി അവസാനത്തെ ചോദ്യമാണ്, ലാലുമുയലിന് സങ്കടം വരാൻ കാരണം എന്താണ്? എന്തിനാണ് നമ്മുടെ ലാലുമുയൽ സങ്കടപ്പെട്ടത്? ലാലുമുയൽ സങ്കടത്തോടെ പറഞ്ഞു, സിംഹരാജനെ കാണുന്നില്ല. അപ്പൊ നമുക്ക് എന്തെഴുതാം? സിംഹരാജനെ കാണാത്തത് കൊണ്ടാണ് ലാലുമുയലിന് സങ്കടം വന്നത്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ മാത്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. Look at the price list of the shop from where Kitten got both the things. അതായത് നമ്മുടെ കിട്ടനാട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക ഉണ്ട്, ബ്രിഞ്ചോൾ ഉണ്ട്, വഴുതനങ്ങ, ജാഗറി ഉണ്ട്, നമ്മുടെ ശർക്കരയുണ്ട്, ദാലുണ്ട്, പരിപ്പുണ്ട്. ഓരോന്നിൻ്റെയും വിലയും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. വിച്ച് തിങ് ഇൻ ദ ലിസ്റ്റ് ഹാസ് ദ ലോവസ്റ്റ് പ്രൈസ്? ഏറ്റവും വില കുറവ് ഏത് സാധനത്തിനാണ്? ഇതിന് 23, 11, 30, 45. അപ്പോൾ ഏറ്റവും വില കുറവ് ആരാണ്? ദേ 11 ബ്രിഞ്ചോൾ ആണ്. അപ്പൊ ബ്രിഞ്ചോൾ, വഴുതനങ്ങ എന്ന് എഴുതിയാൽ ഒരു മാർക്ക് സെറ്റായി. ഇനി ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഫോർ ലേഡി ഫിംഗർ ആൻഡ് ദ ബ്രിഞ്ചോൾ? വെണ്ടയ്ക്കും വഴുതനയ്ക്കും കൂടി ആകെ എത്രയായി? അപ്പൊ വെണ്ടയ്ക്കയുടെ പൈസ 23 ആണ്, വഴുതനങ്ങയുടെ പൈസ എത്രയാണ്? 11 ആണ്. അപ്പൊ 23 + 11 ചെയ്യാം. 23നെ 11 കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 34 എന്ന് കിട്ടും. ഇനി വിച്ച് തിങ് ക്യാൻ ബി ബോത്ത് യൂസിങ് 68 റുപ്പീസ്? 68 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും? അപ്പോൾ ഇവിടെ നോക്കിയാൽ ലേഡി ഫിംഗറിന് 23 രൂപയാണല്ലോ. ലേഡി ഫിംഗറിന് 23 രൂപയാണ്. ദാല്, പരിപ്പിന് എത്രയാണ്? 45 ആണ്. അപ്പോൾ 23 + 45 എത്രയാണ്? 3 വിരലെടുക്കുക, 5 കഴിഞ്ഞാൽ 6, 7, 8. ദെൻ 4 2 എത്രയാണ്? 2 വിരലെടുക്കുക, 4 കഴിഞ്ഞാൽ 5, 6. അപ്പോൾ എത്ര കിട്ടി? 68 കിട്ടി. അപ്പോൾ 68 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെയാ വാങ്ങാം? പരിപ്പും വെണ്ടയ്ക്കും വാങ്ങാൻ പറ്റും. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 68 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. കിട്ടൻ ദ ഗോഡ് ഹാസ് 10 rupee note and 5 2 rupee coins. Kitten bought all the things in the price list. Then how much is the balance? എത്രയാ ബാലൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കിട്ടൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? 10 rupees അല്ലേ? 10 രൂപയുടെ നോട്ട് ഉണ്ട്. അപ്പോൾ 10 രൂപയുടെ നോട്ട് എത്രയാണ്? 100 ആണ് അല്ലേ? അപ്പോൾ 10 × 10 ചെയ്ത് കഴിഞ്ഞാൽ 100 എന്ന് കിട്ടും. ഇനി എത്ര 5 രൂപയുടെ കോയിൻ ഉണ്ട്? 5 2 rupees നോട്ടാണ് അല്ലേ? 5 2 rupees ആണ്. അപ്പോൾ 5 2 രൂപയുടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 5നെ ഇങ്ങനെ കൂട്ടാം. ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? 5 × 2 ചെയ്താൽ എത്രയാണ്? 10 ആണ്. അപ്പോൾ 10 കിട്ടി. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 100 + 10 എത്രയായി? 0 1 1 110 റുപ്പീസ് ആണ് നമ്മുടെ കിട്ടൻ്റെ കയ്യിലുള്ളത്. ഇനി ആകെ ഈ പറയുന്ന സാധനത്തിനൊക്കെ എത്രയാണ് വില നോക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്ന് കൂട്ടാം. 23 + 11 + 30 + 45 ചെയ്യാം. അപ്പോൾ 23 + 11 + 30 + 45 എത്രയാ കൂട്ടിയാൽ കിട്ടുക എൻ്റെ മക്കൾക്ക്? 109 കിട്ടിയോ? 109 കിട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ 109 രൂപയാണ് സാധനത്തിൻ്റെയൊക്കെ പൈസ. അപ്പോൾ നമുക്ക് കിട്ടൻ്റെ കയ്യിൽ എത്രയുണ്ടെന്ന് അങ്ങനെ കാണാം. ആകെ 110 രൂപ നമ്മുടെ കിട്ടൻ്റെ കയ്യിലുണ്ട്. 109 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ 110 - 109 എത്രയാണ്? 1 ആണ് നമുക്ക് ആൻസർ കിട്ടുക അല്ലേ? പാവം നമ്മുടെ കിട്ടൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? ആകെ ഇനി 1 രൂപയെ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ 1 രൂപ കിട്ടിയവർക്ക് എല്ലാവർക്കും ഈ ഒരു ചോദ്യത്തിന് മാർക്ക് കിട്ടും. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രവർത്തനം 5. തരംതിരിക്കാം. ആഘോഷത്തിന് ശേഷം മൃഗങ്ങളെല്ലാം നാട് കാണാൻ പട്ടണത്തിലെത്തി. അവർ കണ്ട ചില വാഹനങ്ങൾ നോക്കൂ. സവിശേഷതകൾക്കനുസരിച്ച് പട്ടികപ്പെടുത്തൂ. അപ്പോൾ അവർ കണ്ട വാഹനങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കേ. ഇത് ഓട്ടോറിക്ഷയാണ് അല്ലേ? ആദ്യത്തെ ഓട്ടോറിക്ഷയാണ്. പിന്നെ ബസ് ഉണ്ട്. സൈക്കിളിൻ്റെ പകുതി പോയിട്ടുണ്ട് അല്ലേ? ഇത് സൈക്കിളാണ്, ഇത് ജീപ്പാണ് അല്ലേ? 4 വാഹനങ്ങളാണ് നമ്മുടെ മൃഗങ്ങൾ കണ്ടിട്ടുള്ളത്. ടേബിളിൽ ആദ്യം തന്നിട്ടുണ്ട് ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ. അപ്പോൾ അടുത്തത് എന്തെഴുതണം? ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ അല്ലെങ്കിൽ ഇന്ധനം ആവശ്യമില്ലാത്തതെന്ന് എഴുതാം. അപ്പോൾ ഇന്ധനം ആവശ്യമുള്ളത് ആർക്കൊക്കെയാണ് ഇതിൽ? ഓട്ടോറിക്ഷയ്ക്ക് വേണം, ബസ്സിന് വേണം, ജീപ്പിന് വേണം. ഇന്ധനം ആവശ്യമില്ലാത്തത് ആർക്കാണ്? സൈക്കിളിനാണ്. അപ്പോൾ ഇങ്ങനെ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? റെഡി? ഇനി അടുത്ത ചോദ്യം നോക്കാം. പട്ടണത്തിൽ ജമ്പ് കുരങ്ങൻ കണ്ട ചില വാക്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്നും വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയിപ്പ് ബോർഡിൽ എഴുതൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ വ്യക്തി ശുചിത്വം പഠിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ആഹാരശീലങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആദ്യം വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക.
ഇത് വ്യക്തിശുചിത്വമാണോ? യെസ് അല്ലേ. ഇനി നിശബ്ദത പാലിക്കാം, ഇത് വ്യക്തിശുചിത്വമായിട്ടല്ല. 2 നേരം പല്ല് തേക്കുക, അത് കറക്റ്റാണ്. ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകുക, ഇതും കറക്റ്റാണ്. വീടും പരിസരവും വൃത്തിയാക്കുക, അത് നമ്മുടെ വ്യക്തി ശുചിത്വത്തിൽ വരുന്ന കാര്യമല്ല അല്ലേ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് വ്യക്തി ശുചിത്വത്തിൽ വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്തെന്താ ചോദിച്ചിട്ടുള്ളത്? വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി ചെയ്യേണ്ട മറ്റൊരു കാര്യം താഴെ കാണുന്ന അറിയിപ്പ് ബോർഡിൽ എഴുതുക. അപ്പൊ എന്തൊക്കെ എഴുതാം? നഖം വെട്ടി വൃത്തിയാക്കുക, അതൊരു വ്യക്തി ശുചിത്വമാണ്. വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കരുത്, ദിവസവും കുളിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് മാർക്ക് കിട്ടി. ഓക്കെ, സോ ഇത്രയാണ് മക്കളെ നമ്മുടെ ഇന്റഗ്രേഷൻ 1-ൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഇനി ഇന്റഗ്രേഷൻ 2 നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാനുള്ള ക്ലാസ്സസ് ഇന്ന് കറക്റ്റ് 7:30 നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻസിൽ ചെറുതായിട്ട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട, നല്ല കൂളായിട്ട് തന്നെ ഇരിക്കുക. അടുത്ത എക്സാം നമുക്ക് എന്ത് ചെയ്യാം? അടിച്ചു പൊളിച്ച് എഴുതാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള മക്കൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സാം എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.